ഹലോ നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ തറവാട് ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നേ. ശ്രീ കുന്നത്ത് ഗുരുമുത്തപ്പൻ ഭഗവതി ക്ഷേത്രം. വാഴയൂരുള്ള മൂളപ്പുറം എന്ന പ്രദേശത്താണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രം കാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ചെണ്ടമേളവും വായുദ്യവും സർപ്പക്കാവും തിറയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. പക്ഷെ ഇതൊക്കെ തന്നെ ഇവിടെയുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് തിരിച്ചു കിട്ടാത്ത, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളുണ്ട്. മനോഹരമായ ഗ്രാമീണതയും പഴമയെ വിളിച്ചോദിക്കുന്ന ഇടവഴികളും ചാണകം തേച്ച മുറ്റവും എല്ലാം തന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ. ഇവിടെ വന്ന ആൾക്ക് ഇപ്പോഴും നമുക്ക് ആസ്വദിക്കാം കേട്ടോ. എന്നാലും കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ധാരാളം മാറ്റങ്ങളും ഇവിടെ വന്നിട്ടുണ്ടായി. വേറെ എവിടെയും ലഭിക്കാത്ത ഒരു പോസിറ്റീവ് വൈബ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. തറവാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കുടുംബക്കാരെല്ലാവരും എങ്ങനെ എത്തും കേട്ടോ. എല്ലാ തിരക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇന്നത്തെ ദിവസത്തിൽ എങ്ങനെ എത്താൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ രാവിലെ എത്താൻ പറ്റാത്തൊരു ഉച്ചയ്ക്കോ വൈകിട്ടോ രാത്രിയായിട്ടും എങ്ങനെയും വരും. എല്ലാവരെയും കാണാനും സംസാരിക്കാനുള്ള ഒരു അവസരമാക്കി ഇത് മാറ്റാറാട്ടോ ഞങ്ങൾ. അല്ലെങ്കിൽ കുടുംബത്തിലൊരു കല്യാണമോ പരിപാടിയൊക്കെ വരുമ്പോഴാണല്ലോ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ ഉണ്ടാവാറ്. കലശം എഴുന്നള്ളത്തിനുള്ള പരിപാടികളൊക്കെ അടപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സബ്ജക്റ്റ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പേരിലുള്ള ഭണ്ഡാരം ഓരോ വീട്ടിലും സ്ഥാപിക്കാൻ വേണ്ടി ശീവേലി കഴിഞ്ഞപ്പോൾ തന്നെ അന്നദാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജാതിമത വ്യത്യാസമില്ലാതെ ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഉത്സവങ്ങൾ ആഘോഷങ്ങളൊക്കെ ആരും മാറ്റി നിർത്തേണ്ടല്ലോ, ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ് എന്നും കൂടി കാണിച്ചു തരുന്നുണ്ടേ. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ വെള്ളാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മിസ്സായിട്ടോ. അങ്ങനെ ഒരു തിറ കഴിഞ്ഞ് മറ്റൊരു തിറയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാട്ടോ എല്ലാവരും. ഇനി അടുത്ത നാഗകാളിത്തിറയാണ് തുടങ്ങാനിരിക്കുന്നത്.
ഉച്ചത്തെ പോലെ തന്നെ രാത്രിയിൽ ഒരുപാട് പേർക്കുള്ള അന്നദാനം കരുതുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ എല്ലാ വട്ടവും ഇവിടുത്തെ ഉത്സവത്തിന് വരാറുണ്ട്. അങ്ങനെ അവർ വന്നു. ഇനി താലപ്പൊലി ആട്ടോ നടക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഭഗവതി തറയുണ്ട്. രാവിലെ കുറച്ച് നേരത്തെ നീക്കാനുണ്ടായതുകൊണ്ട് ഒരു 12-12:30 ആകുമ്പോൾ ഞാൻ കാവുന്ന ഇറങ്ങി. ഇനിയും ഒരുപാട് നിറയും വെള്ളാട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞു. ഇനി അടുത്ത വർഷത്തെ ഉത്സവത്തിനുള്ള വെയിറ്റിങ്ങിലാണ്.